പത്തനംതിട്ട പുല്ലാട് നിന്നാണ് ജയശങ്കർ ചേരുന്നത്. ഈ യാത്രക്കാരിൽ ഏക മലയാളിയായ രഞ്ജിതയുടെ വീട് പത്തനംതിട്ട പുല്ലാടാണ്. അവിടെ നിന്നാണ് ജയശങ്കർ ചേരുന്നത്. ജയശങ്കർ, സങ്കടകരമായ വാർത്തയാണ് ഇന്നലെ ഉച്ചയോടെ ഈ പുല്ലാട് വീട്ടിൽ രഞ്ജിതയുടെ വീടിനെ തേടിയെത്തിയത്. ആ നാട്ടുകാരും എല്ലാം വലിയ സങ്കടത്തിലായിരുന്നു. എന്നാൽ കുട്ടികൾ അമ്മ മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെയായിരുന്നു അവർ ഈ വാർത്ത കേട്ടത്. അമ്മ തിരിച്ചു വരും എന്നുള്ള ആ ഒരു വിശ്വാസമാണ് കുട്ടികൾ പ്രകടിപ്പിച്ചത്. ഇപ്പോഴും ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അവർക്കായിട്ടുണ്ടോ? രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അതായത് പ്രഭിത, റീജിത്ത്, ഈ മരണം, ഈ അപകടം അതൊക്കെ തന്നെ ഈ കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസം ഈ ഒരു മരണവാർത്ത നാട്ടിലേക്ക് എത്തിയപ്പോൾ വിവരം ഔദ്യോഗികമായി ജില്ലാ ഭരണകൂടം തന്നെ അറിയിച്ച ഘട്ടത്തിൽ പോലും ഈ കുട്ടികൾ ഇപ്പോഴും അമ്മ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. നമ്മൾ ഇന്നലെ രാത്രി ഏറെ വൈകി മടങ്ങുന്ന ഘട്ടത്തിൽ പോലും അടുത്ത ബന്ധുക്കളുമായി സംസാരിച്ചപ്പോൾ കുട്ടികളെ ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം നേരിട്ട് അറിയിച്ചിട്ടില്ല. അവർക്ക് എന്തൊക്കെയോ അറിയാം, അപകടം സംഭവിച്ചു എന്ന കാര്യം ഉൾപ്പെടെ അറിയാം. പക്ഷേ അപ്പോഴും അമ്മ മടങ്ങി വരുമെന്ന തരത്തിൽ തന്നെയാണ് അവർ സംസാരിക്കുന്നത്. ഇന്ന് തന്നെ രഞ്ജിതയുടെ സഹോദരൻ ഗുജറാത്തിലേക്ക് തിരിക്കും. അവിടെ DNA സാമ്പിൾ ഉൾപ്പെടെ പരിശോധിക്കാനുണ്ട്. അത് പരിശോധിച്ച് ഉറപ്പിച്ച ശേഷമായിരിക്കും ഭൗതികദേഹം ഇങ്ങോട്ട് എത്തിക്കുക. കാരണം ഈ അപകടത്തിൽ മൃതദേഹം ഉൾപ്പെടെ മറ്റു തരത്തിൽ പ്രശ്നം ഉള്ളതുകൊണ്ട്, കേടുപാടുകളൊക്കെ ഉൾപ്പെടെ സംഭവിച്ചതുകൊണ്ട് DNA പരിശോധന ഉൾപ്പെടെ ആവശ്യമാണ്. എന്തായാലും അതിനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം വഴി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ജില്ലാ ഭരണകൂടം തന്നെ ഈ കാര്യത്തിൽ പ്രത്യേക ഇതെടുക്കുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായും ഗുജറാത്ത് സർക്കാരുമായും പത്തനംതിട്ട ജില്ലാ കളക്ടർ ആശയവിനിമയം നടത്തുകയും ഭൗതികദേഹം എത്രയും വേഗം എത്തിക്കാനുള്ളൊരു നടപടിക്രമങ്ങൾ, അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി MP വീട്ടിലെത്തിയിരുന്നു. അദ്ദേഹവും ഈ ഘട്ടത്തിൽ അത് തന്നെയാണ് പറഞ്ഞത്. രഞ്ജിതയുടെ ഭൗതികദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ളൊരു നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാർ വേഗത്തിലാക്കും, അതിനുവേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇങ്ങോട്ട് രഞ്ജിതയുടെ വീട്ടിലെത്തും. മക്കളെയും ഒപ്പം തന്നെ രഞ്ജിതയുടെ അമ്മ ഉൾപ്പെടെയുള്ള ബന്ധുക്കളെ ആശ്വസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ വീട്ടിലേക്ക് വരുന്നത്. ഈ നാടിനെ സംബന്ധിച്ച് ഈ അപകടം അത് വലിയ തോതിൽ ആഘാതമുണ്ടാക്കിയിട്ടുണ്ട്. ഒരാഴ്ചത്തെ അവധിക്ക് രഞ്ജിത ഇന്ത്യയിലേക്ക് എത്തുന്നു. വീട്ടിൽ 3 ദിവസത്തോളം താമസിച്ചിരുന്നു. 2 ദിവസം മുമ്പാണ് ഇത്തരത്തിൽ രഞ്ജിത ഈ അപകടത്തിന് തലേ ദിവസമാണ് വീട്ടിൽ നിന്ന് മടങ്ങുന്നത്. അത് മക്കൾക്ക് ഉൾപ്പെടെ ഉമ്മ നൽകിയതിന് ശേഷമാണ് ഈ അമ്മ ഇവിടുന്ന് മടങ്ങിയത്. ആ അമ്മയുടെ മരണവാർത്തയാണ് പിന്നീട് മക്കളെ തേടിയെത്തിയത്. അത് ഈ കുടുംബത്തെ സംബന്ധിച്ച്, പുല്ലാട് ഗ്രാമത്തെ സംബന്ധിച്ച് വലിയ വേദന ഉണ്ടാക്കുന്നു. ഏറെ നാൾ ഖത്തറിൽ ജോലി ചെയ്യുകയും അതിനുശേഷം പിന്നീട് അവിടെ നിന്ന് 1 വർഷത്തോളമായി ലണ്ടനിൽ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലാണ് നേഴ്സായി ഇവർ ജോലി ചെയ്യുന്നത്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഹെൽത്ത് സർവീസിൽ നേഴ്സായിരുന്നു രഞ്ജിത. ആ ജോലിയുമായി ബന്ധപ്പെട്ട ദീർഘാവധി പുതുക്കുന്നതിന് വേണ്ടിയാണ് നാട്ടിലേക്ക് എത്തിയത്. ആ നാട്ടിലെത്തിയുള്ള തിരിച്ചുപോക്കാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിലേക്ക് കലാശിച്ചത്. ഇവിടെ ഈ വീടിന് മുന്നിൽ നിൽക്കുമ്പോൾ വലിയ ദുഃഖം എന്ന് പറയുന്നത് പണി തീരാത്ത രഞ്ജിതയുടെ വീടാണ്. രഞ്ജിതയുടെ സ്വപ്നം, മക്കൾക്ക് വേണ്ടി അവരൊരുക്കിയ ആ സ്വപ്ന ഭവനം തന്നെയായിരുന്നു. അത് 80% പണി പൂർത്തിയായി. ഉടൻ തന്നെ കയറി താമസിക്കാനുള്ളൊരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു അപകടം കുടുംബത്തെ തേടി വരുന്നത്. വലിയ വിഷമമാണ് ആ കുടുംബത്തെ സംബന്ധിച്ച്. നമുക്ക് വാക്കുകൾ കൊണ്ട് അതിനെ വിവരിക്കാനാകില്ല. ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു. വലിയൊരു വേദനയായി, നോവായി മാറുകയാണ് രഞ്ജിത. ലണ്ടനിൽ നഴ്സായി ജോലി ചെയ്യുന്ന രഞ്ജിതയ്ക്ക് കേരളത്തിൽ മടങ്ങിയെത്തി തിരികെ സർക്കാർ സർവീസിൽ പ്രവേശിക്കണം എന്നായിരുന്നു ആഗ്രഹം. കുടുംബത്തോടൊപ്പം കഴിയണം, മകളോടൊപ്പം കഴിയണം എന്നുള്ള ആഗ്രഹവും ഒക്കെയായി എത്തിയതാണ്. പക്ഷേ ഒരു വലിയ വേദനയായി രഞ്ജിത മാറുകയാണ്. ഈ യാത്ര ലണ്ടനിലെ ജോലി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയായിരുന്നു എന്നാണ് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നത്. അതിൻ്റെ ചില സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്, തിരികെ സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതിനുവേണ്ടിയാണ് ഈ വളരെ കുറച്ച് ദിവസത്തേക്കുള്ള ഈ ഒരു യാത്ര അവർ നടത്തിയത്. ഇന്നലെ ഉച്ചയോടെയാണ് രഞ്ജിത വീട്ടിൽ നിന്ന് കൊച്ചി വഴി അഹമ്മദാബാദിലേക്ക് തിരിച്ചത്. ഒമാനിൽ നേഴ്സായി ജോലി നോക്കുന്നതിനിടയിലാണ് രഞ്ജിതയ്ക്ക് UK യിൽ ജോലി ലഭിക്കുന്നത്. അങ്ങനെ ഒരു വലിയ വേദനയായി രഞ്ജിത മാറുകയാണ്. പുല്ലാട് നിന്ന് അവരുടെ വീട്ടിൽ നിന്നുള്ള വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു AV ജയശങ്കർ. ഒരിക്കൽ കൂടി ശ്രീനാഥ് ചന്ദ്രനിലേക്ക് പോവുകയാണ്. ശ്രീനാഥ്, വലിയ അപകടം, അതിൻ്റെ പലതലത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. ഇപ്പോൾ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കണം. എന്താണ് ഈ ദുരന്തത്തിന് വഴിവെച്ചത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ്. അതിലൊരു വ്യക്തത വരികയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ ആവശ്യമായിട്ടുള്ളത്. ഇത് സാങ്കേതിക തകരാർ എന്ന നിഗമനത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട് എന്ന് തോന്നുന്നു. പക്ഷി ഇടിച്ചതാണോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ, വളരെ വിശദമായ കാര്യങ്ങളൊക്കെ അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരും.